നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂറ്റൻ ബലൂൺ റൺവേയിൽ ചെന്നൈ വിമാനത്താവളത്തിൽ സുരക്ഷാ വീഴ്ച. മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. കോളേജിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ്. ഏഷ്യൻ കപ്പ് ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. സഹൽ കളിച്ചേക്കും. വാർത്തകൾ വിശദമായി. ചെന്നൈ വിമാനത്താവളത്തിൽ വൻ സുരക്ഷാ വീഴ്ച. എയർപോർട്ടിലെ രണ്ടാം റൺവേക്ക് സമീപം കൂറ്റൻ ബലൂൺ പതിച്ചു. റൺവേയിൽ പതിച്ചത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനായി സ്ഥാപിച്ച ഹൈഡ്രജൻ ബലൂണാണ്. ബലൂൺ പറന്നു വരുന്നത് വാച്ച് ടവറിലെ ഉദ്യോഗസ്ഥരുടെയോ മറ്റു ജീവനക്കാരുടെയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ബലൂൺ കണ്ടെത്തിയത് റൺവേ നിരീക്ഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരാണ്. മഹാരാജാസ് കോളേജ് നാളെ തുറക്കുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷജീല ബീബി. 5 സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാൻ മുൻ പ്രിൻസിപ്പൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെന്നും സർക്കാർ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 6 മണിക്ക് കോളേജ് ഗേറ്റ് അടയ്ക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തുടരാൻ പാടില്ലെന്നും ഉത്തരവിലുള്ള നടപടികൾ കർശനമായി നടപ്പാക്കുമെന്നും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ. ഇനി കായിക വാർത്ത. ഏഷ്യൻ കപ്പിൽ ഇന്ന് ഇന്ത്യക്ക് നിർണായക മത്സരം. ഏഷ്യൻ കപ്പിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ സിറിയയെ നേരിടാനിറങ്ങുമ്പോൾ സിറിയയ്ക്ക് കനത്ത തിരിച്ചടി നൽകാനാകും ടീമിന്റെ ശ്രമം. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മലയാളി താരം സഹൽ ടീം ഇന്ത്യ സ്റ്റാർട്ടിംഗ് 11-ൽ അവസരം നൽകിയേക്കും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.